നമസ്കാരം. ഉണ്ണി മുകുന്ദനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ മാനേജർ വിപിൻ രാജ്. ഈ ഒരു വാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് ഉണർന്നത്. ഇന്ന് ടി വിയിൽ മുഴുവൻ ഈ ഒരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു മാർക്കോയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും 2-3 ദിവസത്തേന് ടി വിയിൽ മുഴുവൻ ഉണ്ണി മുകുന്ദൻ നിറഞ്ഞു നിൽക്കും. അപ്പൊ ഈ ഒരു സംഭവത്തില് ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ പുറത്തേക്ക് വന്നത്. ആ മാനേജറുടെ ഭാഗം മാത്രമാണ് ഇപ്പൊ പുറത്തേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. എന്താണ് യഥാർത്ഥ പ്രശ്നം, എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഉണ്ണി മുകുന്ദന്റെ ഭാഗം കൂടി കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനകത്തൊരു അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് അതിനുശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ പറയാം. ഇവിടെ ഞാൻ രണ്ടുപേരുടെയും ഭാഗത്തല്ല. ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് എനിക്ക് ഇതുവരെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഭാഗത്തല്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ മാനേജറുടെ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദൻ ചെയ്തത് തെറ്റാണ്. അതിപ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളുണ്ട്, എത്ര വലിയ വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ മെക്കിട്ട് കയറിയിട്ടല്ല നമ്മളത് തീർക്കേണ്ടത്. ഉണ്ണി മുകുന്ദൻ ഒരു ലോക്കൽ ഗുണ്ടയൊന്നുമല്ല, ഒരു ഫിലിം സ്റ്റാർ ആണ്, പബ്ലിക് ഫിഗർ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്റ്റീജ്, അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. അല്ലാതെ ലോക്കലായിട്ടുള്ള ഗുണ്ടകളുടെ കൂട്ട് ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ മെക്കിട്ട് കയറുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. അതിനോട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എത്ര വലിയ ഉണ്ണിമുകുന്ദൻ സപ്പോർട്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനോട് ആരും അംഗീകരിക്കാൻ പാടില്ല. ഉണ്ണിമുകുന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇനി നേരെ മറിച്ച് ഉണ്ണിമുകുന്ദന്റെ സ്റ്റാർ വാല്യൂ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ഈ മാനേജർ മനഃപൂർവ്വം വൈരാഗ്യം വെച്ചുകൊണ്ട് കാണിക്കുന്നതാണെങ്കിലോ നമുക്കറിയത്തില്ല, പൂർണ്ണമായിട്ടും നമുക്കറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ സാധിക്കട്ടെ. ഇതുവരെ ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്പം സംസാരിക്കാം. അപ്പൊ ഏതായാലും ഈ മാനേജർ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചേക്കുന്നത്. ഫെഫ്കയ്ക്കും അമ്മയ്ക്കും ഒക്കെ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസിനും കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പരാതിയിൽ പറയുന്നത് കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉണ്ണിമുകുന്ദന് കുറേ നാളുകളായിട്ട് ഇയാളോട് വൈരാഗ്യമായിരുന്നു. ഈ മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇയാളും ഉണ്ണിമുകുന്ദനും തമ്മിൽ ചെറുതായിട്ട് തെറ്റിയായിരുന്നു. കാരണം മാർക്കോ സിനിമയുടെ PR വർക്ക് ഇയാളെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇയാളെയും വേറൊരു PR ടീമിനെയുമായിരുന്നു മാർക്കോ സിനിമയുടെ PR വർക്ക് ഏൽപ്പിച്ചത്. പക്ഷേ സിനിമ വിജയിച്ചതോട് കൂടിയിട്ട് TV വന്നിരുന്ന് ഇയാൾ മാത്രമാണ് എല്ലാം ചെയ്തത് എന്നുള്ള മുഴുവൻ ക്രെഡിറ്റും ഇയാൾ ഏറ്റെടുത്തപ്പോൾ മറ്റേ PR കമ്പനി രംഗത്ത് വന്നു. അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു. അതിനുശേഷം നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല ഇവർ രണ്ടുപേരും. അപ്പം ഓൾറെഡി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട്. പൂർണ്ണമായിട്ട് നമുക്ക് അറിയത്തില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഇയാൾ പറയുന്നത് മാർക്കോയ്ക്ക് ശേഷം നല്ലൊരു സിനിമ ഉണ്ണിമുകുന്ദൻ്റെതായിട്ട് ഇറങ്ങിയിട്ടില്ല. മാർക്കോയ്ക്ക് ശേഷം ഇപ്പൊ സ്റ്റാർ വാല്യൂ ഇടിഞ്ഞു നിൽക്കുകയാണ്. ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ആ സിനിമ വലിയ രീതിയിലൊന്നും തിയേറ്ററിൽ ഓടിയില്ല. അത് കംപ്ലീറ്റ് പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതത്ര വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല. പിന്നീട് ഉണ്ണിമുകുന്ദൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടായിരുന്നു, ഒരു സൂപ്പർ ഹീറോ മൂവി. അത് ഗോകുലം മൂവീസ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. എന്നാൽ ആ പ്രൊഡക്ഷൻ ഹൗസ് നൈസായിട്ട് ആ ഒരു മൂവിയിൽ നിന്ന് പിന്മാറി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലായിരുന്നു ഉണ്ണിമുകുന്ദൻ, ആകെ വിഷമത്തിലായിരുന്നു. ആ സമയത്താണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഈ വിപിൻ രാജ് ഒരു പോസ്റ്റ് ഇടുന്നത്, ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് ഇട്ടതോട് കൂടിയിട്ട് വിപിൻ രാജിനോട് കംപ്ലീറ്റ് ആയിട്ട് ദേഷ്യം വന്നു. അങ്ങനെ വിളിച്ചു വരുത്തി ഇയാളെ ഇതുപോലെ ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ അതിനകത്ത് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മടക്കുന്നില്ല. ഇപ്പൊ നരിവേട്ട എന്ന് പറയുന്ന സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് വെച്ച് ഉണ്ണിമുകുന്ദൻ എന്തിനാണ് അതിനകത്ത് ദേഷ്യം? ഇപ്പൊ നമ്മുടെ മലയാള സിനിമയുടെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ നടന്മാർക്കും ഓരോ നടികൾക്കും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിന്നുകൊണ്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരാളും മറ്റൊരാൾക്ക് വില്ലനല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ടൊവിനോ വളർന്നു, ടൊവിനോയ്ക്കൊരു ഹിറ്റ് സിനിമ ഉണ്ടായി എന്ന് വെച്ചിട്ട് ഉണ്ണിമുകുന്ദന്റെ സ്റ്റാർ വാല്യൂ ഇടിഞ്ഞു താഴുന്നില്ല. ഉണ്ണിമുകുന്ദൻ അതുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ്? എനിക്കൊന്ന് രണ്ടുപേരും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള അഭിനയ ശൈലിയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഉണ്ണിമുകുന്ദന് കിട്ടാനിരിക്കുന്ന വേഷം ടൊവിനോയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ടൊവിനോയ്ക്ക് കിട്ടാനിരിക്കുന്ന വേഷം ഉണ്ണിമുകുന്ദന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പൊ അതൊരു വിഷയമേ അല്ല. അപ്പൊ അതിന്റെ പേരിലൊക്കെ പോയി ഉണ്ണിമുകുന്ദൻ ഇയാളോട് വഴക്കിടുവോ? ടൊവിനോയുടെ സിനിമയെ പ്രശംസിച്ചു, ടൊവിനോയുടെ സിനിമയ്ക്ക് PR വർക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ ഇയാളോട് പോയി വഴക്കിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വഴക്കിന്റെ പേരിൽ ഇയാളെ വിളിച്ചു വരുത്തി ആക്രമിക്കുവോ? അതായത് ഇപ്പം അത്യാവശ്യം നല്ലൊരു സ്റ്റാർ വാല്യൂയിൽ ഇരിക്കുന്ന ഒരു നടൻ, മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദന്റെ സ്റ്റാർ വാല്യൂ നല്ല രീതിയിൽ ഉയർന്നു. എന്തുവായാലും അതിനുശേഷം ഹിറ്റൊന്നും ഇല്ലെങ്കിലും ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ തന്നെയാണ്. അത് എന്നും മലയാള സിനിമ ഓർക്കുന്ന ഒരു സിനിമയായിരിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ദന്റെ പേരും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? അങ്ങനെ ഒരു അവിവേകം ചെയ്യുമോ? അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പൊട്ടനായിരിക്കണം. ഒരു വിവരവും വിവേകവും ഇല്ലാത്ത പൊട്ടന്മാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കും. പിന്നെ ഇയാളെ കണ്ടിട്ട് ഇയാൾക്ക് അങ്ങനെ തല്ല് കിട്ടിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഏതായാലും ഈ വിപിൻ രാജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ 6 വർഷമായിട്ട് ഉന്നോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. HLBB പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും കൂടിയില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവേട്ടം എന്നൊരു പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവേട്ടം എന്ന പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ച് പറഞ്ഞു, നീ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ, നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതെ ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ താട്ട് വരാൻ പറയുന്നത്. അത് ഞാൻ വർക്ക് ചെയ്യുന്ന അതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് മാനേജർ അല്ല. ഞാൻ PR കൺസൾട്ടൻ്റ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പറയുന്നത്. ഞാൻ 500 പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാവുന്നതാണ്. അതാ പറയും, ഇതിനടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്, അത് എൻ്റെ പ്രശ്നമല്ല. അല്ല, അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് വഴി അവർ. ഇതാണ് വിപിൻ രാജിന്റെ ഭാഗം. ഇനി ഉണ്ണിമുകുന്ദന്റെ ഭാഗം കൂടി നമുക്ക് കേൾക്കണം. അയാൾ ഇതുവരെയും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയി തപ്പി, ഏതെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ സ്റ്റോറി ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പോയി തപ്പി. ഇനി നമുക്ക് വഴിയെ അറിയാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഉണ്ണിമുകുന്ദൻ ഈ ഒരു കാര്യത്തിൽ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ എത്രയും പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ണിമുകുന്ദനെ സംശയിക്കും. ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ണിമുകുന്ദനെതിരെ കമന്റുകളുമായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ആരുടെയും ഭാഗത്ത് നിൽക്കുന്നില്ല. കാരണം ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് അറിയത്തില്ല. ഈ വിപിൻ രാജിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇയാളൊരു നല്ല വർക്ക് എത്തിക്സ് ഉള്ളൊരു മനുഷ്യനല്ല. ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് വിവാദങ്ങളും ഒക്കെ ഇയാളുടെ പേരിലുണ്ട്. ഈ സീക്രട്ട് ഏജന്റുമായിട്ടുള്ള വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആദ്യം ഇയാൾ പൃഥ്വിരാജിന്റെ കൂടെയായിരുന്നു, പിന്നെ ടൊവിനോയുടെ കൂടെയായിരുന്നു, പിന്നെ ഉണ്ണിമുകുന്ദന്റെ കൂടെയായി. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ വിപിൻ രാജ്. അപ്പം അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് നമുക്ക് വൈകാതെ അറിയാൻ സാധിക്കട്ടെ. ആരുടെ ഭാഗത്താണോ ശരിയുള്ളത്, അയാൾ ആരാണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരാളെ വിളിച്ചു വരുത്തി ഏതെങ്കിലും ഒരു രഹസ്യമായിട്ടുള്ള പ്ലേസിലേക്ക് വിളിച്ചു വരുത്തി അയാളെ മർദ്ദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ ചെയ്തത് തെറ്റാണ്. കാരണം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ലോക്കൽ ഗുണ്ടയല്ല. അപ്പം ലോക്കൽ ഗുണ്ടകൾ ചെയ്യുന്ന പ്രവൃത്തി അയാൾ ചെയ്യാതെ ഇരിക്കുക. കുറച്ച് വിവരവും വിവേകവും ഒക്കെ വെച്ച് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ മെക്കിട്ട് കയറിയിട്ടല്ല നമ്മുടെ വൈരാഗ്യവും നമ്മുടെ ദേഷ്യവും തീർക്കേണ്ടത്. അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് തെറ്റ് തന്നെയാണ്. ഇനി നേരെ മറിച്ച് ഉണ്ണിമുകുന്ദനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. ഏതായാലും സത്യാവസ്ഥ നമുക്ക് അറിയാൻ സാധിക്കട്ടെ. വെയിറ്റ് ആൻഡ് സീ.